ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ നിലയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, അവൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് 1 പത്രോസ് 3-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഭാഗം ഒന്ന് ശബ്ദോർത്തി വായിക്കാവുന്ന. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനും ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാരുടെ അപേക്ഷയായിട്ടേ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഈ വാക്യങ്ങളുടെ ഒരു പശ്ചാത്തലം നമുക്ക് എത്തിപ്പടിയായി തീർന്നു. ഈ വായിച്ചു കേട്ടായിരിക്കുന്ന 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ലളിതമാണെങ്കിൽ തന്നെയും ചില അഭിപ്രായ വ്യത്യാസങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന ഉപദേശങ്ങളും ഉള്ള ഒരു വേദഭാഗമാണ്. നമുക്ക് ഈ ഭാഗങ്ങളിലോട്ട് കടന്നു ചെന്ന് അതിലടങ്ങിയിരിക്കുന്ന എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് സൂക്ഷ്മമായിട്ടൊന്ന് ചിന്തിപ്പാൻ ദൈവം സഹായിക്കട്ടെ. 20-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആ പെട്ടകത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. നമുക്കറിയാം, ഈ 8 പേരെന്ന് പറയുന്നത് നോഹയും കുടുംബമാണ്. അവർ മാത്രമാണ് ഈ പെട്ടകത്തിനകത്ത് പ്രവേശിപ്പാനായിട്ടിടയായിത്തീർന്നു. നാം അറിയുന്ന പോലെ നോഹ 120 സംവത്സരം സുവിശേഷം പ്രസംഗിച്ചു. ആ 120 വർഷത്തെ പ്രസംഗവും അപ്പോൾ തന്നെ പെട്ടകത്തിൻ്റെ പണിയും ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൗർഭാഗ്യകരമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നോഹയും കുടുംബവും അല്ലാതെ വേറൊരു വ്യക്തി പോലും ഈ പെട്ടകത്തിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെങ്കിൽ അതൊരു തികച്ചും ഒരു ദൗർഭാഗ്യകരമായ അനുഭവമായിപ്പോയി. 120 സംവത്സരങ്ങൾ ദൈവം ജനത്തോട് കൃപ കാണിച്ച് രക്ഷിക്കപ്പെടുവാനായിട്ട് അവസരം കൊടുത്തിട്ടും ഒരു വ്യക്തി പോലും ആ സന്ദേശം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി, ജഡാവതാരം എടുക്കുന്നതിന് മുമ്പ് തവാരിക്കുന്ന യേശുക്രിസ്തു നോഹയോടി പ്രസംഗിച്ചായിരിക്കുന്ന പ്രസംഗമായിരുന്നു അവിടെ നടന്നത്. അപ്പോൾ ക്രിസ്തു പ്രസംഗിച്ചിട്ടും ഒരു വ്യക്തി പോലും അത് ചെയ്ക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനമായിട്ട് വിഷയം. തൽഫലമായിട്ട് ഭയാനകമായിട്ടുള്ള ന്യായവിധിയാണ് ഉണ്ടായത് എന്നുള്ളതും കൂടി നാം ഈ സമയത്ത് ഓർത്തിരിക്കണം. ഇവിടെ കിടന്നു വരുമ്പോൾ 8 പേര് മാത്രമായിട്ട് ഈ പെട്ടകത്തിനകത്ത് പ്രവേശിക്കുകയുണ്ടായി. യഹൂദന്മാർ എപ്പോഴും നോഹയ്ക്ക് ഒരു വലിയ വില കൽപ്പിച്ചിരുന്നു. പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പുതിയ എഴുത്തുകാരും ഇബ്രാഹിം ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിലും വിശുദ്ധന്മാരുടെ പട്ടികയിലൊക്കെ നോഹ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പം വേദപുസ്തക ചരിത്രത്തിൽ നോഹയ്ക്ക് പ്രത്യേകമായിരിക്കുന്ന സ്ഥാനവും ബഹുമാനവും തിരുവെഴുത്ത് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള വിഷയമാണ്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഈ ഭാഗത്തു നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. അതിൻ്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നു, അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷ അത്രേ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മെയും രക്ഷിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പത്രോസ് നോഹയുടെ ചരിത്രത്തിൽ നിന്ന് 2 കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, നോഹയെയും കുടുംബത്തെയും വെള്ളത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും രക്ഷിച്ചതുപോലെ പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന പത്രോസിൻ ആർക്കൊക്കെ എഴുതുന്നത്, അവരെയും അങ്ങനെയുള്ള വിശ്വാസികളെയും ദൈവം സംരക്ഷിക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു സന്ദേശമാണ് നൽകുന്നത്. പത്രോസ് ഇവിടെ ലേഖനം എഴുതുമ്പോൾ
വിശ്വാസ സമൂഹം ഒരു പീഡനത്തിൽ കൂടി കടന്നു പോവുകയാണ്. നോഹയും കുടുംബത്തെയും ഏത് നിലയിലാണ് ദൈവം സംരക്ഷിച്ചത്, അതേമാതിരി നിങ്ങളെയും ദൈവം സംരക്ഷിക്കും എന്നുള്ളതായിരിക്കേണ്ട സന്ദേശം കൈമാറുകയാണ്. രണ്ടാമതായിട്ട്, നോഹയും കുടുംബവും വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചത് പുതിയ നിയമത്തിലെ വിശ്വാസ സ്നാനത്തിന് ഒരു മുൻകുറിയായിട്ടാണ് പത്രോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നോഹയുടെ പെട്ടകം ഒരു നിഴലായിട്ട്, ഒരു സാദൃശ്യമായിട്ട് ഇവിടെ പത്രോസ് എടുത്ത് കാണിക്കുകയാണ്. രണ്ട് കാര്യങ്ങളിവിടെ ഉണ്ട്. ഒന്ന് പെട്ടകത്തെ കാണുന്നുണ്ട്, മറ്റൊന്ന് വെള്ളവും കാണുന്നുണ്ട്. പെട്ടകം ഇവിടെ കാണിക്കുന്നത് രക്ഷയെപ്പറ്റിയാണ്, വെള്ളം ന്യായവിധിയെപ്പറ്റിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് രണ്ട് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പോൾ ജനത്തിന്, അഥവാ നോഹയുടെ കാലത്ത് ജീവിച്ച ജനത്തിന് രക്ഷപ്പെടുവാനായിട്ട് ഒരേ ഒരു മാർഗം മാത്രമേ ദൈവം കണ്ടുള്ളൂ. അത് പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിക്കുക എന്നുള്ളതായിരുന്നു. വേറൊരു വഴിയിൽ കൂടി രക്ഷ അവർക്ക് ലഭിച്ചിരുന്നില്ല. പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യവർഗത്തിന് ദൈവം രക്ഷ ഒരുക്കിയിരിക്കുന്നത് ഒരേ വാതിൽ മാത്രമാണ്, ഒരേ മാതൃക മാത്രമേ ഉള്ളൂ. അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. സകല യുഗങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യർക്കും രക്ഷയ്ക്കായിട്ട് ഒരേ മാർഗം മാത്രമേ ഉള്ളൂ. അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. ഇതുതന്നെയാണ് പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തി 4:12 അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് പറയും. പത്രോസിൻ ലേഖനത്തിലും യേശുക്രിസ്തുവാണ് രക്ഷയ്ക്കുള്ള ഏക മാർഗമെന്ന് പറയുമ്പോൾ, അതേ പത്രോസ് തന്നെ പ്രവൃത്തിയുടെ പുസ്തകത്തിലും പറയുന്നുണ്ട്, യേശുക്രിസ്തു അല്ലാതെ വേറൊരു മാർഗവും ഇല്ല എന്ന് പറയും. യോഹന്നാൻ പറയുന്നത് പ്രകാരമാണ് 1:12, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവിടെയും യോഹന്നാൻ സ്ഥാപിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ്. നിരവധി വാക്യങ്ങളുണ്ട്. എല്ലാ പുതിയ എഴുത്തുകാരും പൗലോസ് അപ്പോസ്തലൻ ഉൾപ്പെടെ ഒരേപോലെ സ്ഥാപിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏക മാർഗം എന്നുള്ളതാണ്. ഒരുവൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ക്രിസ്തീയ പാരമ്പര്യത്തിൽ വളർന്നു വന്നതുകൊണ്ടോ ക്രിസ്തീയ പ്രമാണങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കൊണ്ടോ ക്രിസ്തുവിനെപ്പറ്റി പഠിച്ചതുകൊണ്ടോ ക്രിസ്തുവിനെ ദൈവമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെടുന്നില്ല. ഇതൊക്കെ കേവലം അറിവുകൾ മാത്രമാണ്. എങ്ങനെയാണ് രക്ഷയ്ക്ക്, അഥവാ ഒരുവൻ്റെ രക്ഷയ്ക്ക് ഏതാണ് മാർഗമെന്ന് പറയുന്നത്? യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നത്. വേറെ ഒരു മാർഗത്തിൽ കൂടെയും ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് ദൈവവചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പെട്ടകത്തിൻ്റെ വാതിലിലൂടെ അകത്ത് കടന്നവർ മാത്രമേ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ആ മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു കുടുംബം എന്ന് പറയുന്നത് നോഹയും കുടുംബമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏക മാർഗം എന്ന് പറയുന്നത് പെട്ടകത്തിൻ്റെ വാതിൽ കൂടി അകത്ത് പ്രവേശിക്കുക എന്നതായിരുന്നു. നോഹയുടെ കാലത്ത് ദൈവം മനുഷ്യവർഗത്തെ രക്ഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഇന്നും മനുഷ്യനെ ഈ കർത്താവ് രക്ഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ വെള്ളമായിരുന്നില്ല രക്ഷയ്ക്ക് കാരണമായി തീർന്നത്, മറിച്ച് പെട്ടകമായിരുന്നു രക്ഷപ്പെടുവാനായിട്ട് കാരണമായി തീർന്നത്. വെള്ളം ഒരിക്കലും മനുഷ്യൻ രക്ഷയ്ക്ക് കാരണമായി തീർന്നില്ല, മറിച്ച് പെട്ടകമായിരുന്നു രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. വെള്ളത്തിൽ അകപ്പെട്ടു പോയ സകല ജനവും നശിച്ചു പോവുകയാണ് ചെയ്തത്. വെള്ളം ആരെയും രക്ഷിച്ചില്ല. ഒറ്റ വ്യക്തിയെ പോലും വെള്ളം രക്ഷിച്ചില്ല. വെള്ളം മനുഷ്യന് ന്യായം വിധിക്കുകയാണ് ചെയ്തത്. ഒരു കൂട്ടർ വെള്ളത്തിൽ കൂടി നശിച്ചു പോയപ്പോൾ വേറൊരു കൂട്ടർ പെട്ടകത്തിൽ കയറി അതിനകത്ത് സുരക്ഷിതരായിട്ട് തീർന്നു.
അപ്പോൾ വെള്ളം എന്താണ് അവിടെ നടത്തിയത്? ഒരു ന്യായവിധിയാണ് നടത്തിയത് എന്ന് കാണുവാൻ കഴിയുന്നു. സകല വർഗത്തെയും വെള്ളം ഒലിച്ചു കൊണ്ടുപോയി, വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഭയാനകമായിട്ടുള്ള ഒരു ന്യായവിധി, ഒരു സംഹാര താണ്ഡവമാണ് ആ കാലത്ത് ഉണ്ടായത് എന്ന് കാണാൻ കഴിയുന്നു. ഇപ്പോൾ നോഹയും കുടുംബവും രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് ഒരു മാതൃകയായിട്ട് ഇരിക്കുകയാണ്, ഒരു ദൃഷ്ടാന്തമായിരിക്കുകയാണ്. അവർ വെള്ളത്തിലൂടെ അല്ല രക്ഷ പ്രാപിച്ചത്, മറിച്ച് പെട്ടകത്തിൽ കൂടിയാണ്, പെട്ടകത്തിൽ കയറിയാണ് രക്ഷ പ്രാപിച്ചത്. നമുക്ക് ഈ ഭാഗത്തും കാണാൻ കഴിയുന്നുണ്ട്. ഈ 21-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് ഒരു കാര്യം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു എന്ന് പറയും. ആ ഭാഗം നമുക്ക് വിശദമായി പഠിക്കേണ്ടതാണ്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പഴയ നിയമത്തിലെ നോഹയുടെ വെള്ളപ്പൊക്കവും പുതിയ നിയമത്തിലെ ജലസ്നാനവും തമ്മിൽ കണക്ട് ചെയ്യുക. അത് നമുക്ക് അല്പം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. രണ്ട് സംഭവങ്ങളാണ്, പക്ഷേ നമ്മൾ പത്രോസ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. അതെങ്ങനെയാണ്? അത് പഴയ നിയമത്തിലെ നോഹയുടെ കാലത്തെ ജലപ്രളയവും പുതിയ നിയമത്തിലെ ജലസ്നാനവും തമ്മിൽ എങ്ങനെയാണ് പത്രോസ് അത് ബന്ധിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ വാക്യമാണ് പലവിധമായിരിക്കുന്ന തെറ്റിദ്ധാരണയ്ക്കും വിവിധങ്ങളായിരിക്കുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുവാനിടയായി തീർന്നായിരിക്കും മുഖാന്തരം എന്ന് പറയുന്നു. ഒരു വിഭാഗം ആൾക്കാർ പഠിപ്പിക്കുന്നത് സ്നാനത്തിലൂടെയാണ് രക്ഷ ലഭിക്കുന്നതെന്ന് ഈ വാക്യത്തിൽ നിന്ന് പഠിപ്പിക്കുന്നു. അവർ പഠിപ്പിക്കുന്നത് നോഹയും കുടുംബവും വെള്ളത്തിലൂടെയാണ് രക്ഷ പ്രാപിച്ചത്. പത്രോസിൻ്റെ എഴുത്തുകളിൽ അങ്ങനെ പറയുന്നതുകൊണ്ടാണ്. നോഹയും കുടുംബവും വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചത് കൊണ്ട് നാമും വെള്ളത്തിലൂടെയാണ് രക്ഷ പ്രാപിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നു. അഥവാ രക്ഷ ജലസ്നാനത്തിലൂടെ എന്നാണ് പഠിപ്പിക്കുന്നത്. ചില സഭാവിഭാഗങ്ങൾ പഠിപ്പിക്കാറുണ്ട്. നമുക്ക് ഈ വാക്യം സൂക്ഷ്മമായി പഠിക്കണം. പഴയ നിയമത്തിലെ നോഹയുടെ കാലത്ത് ഈ പഴയ ജനസമൂഹം പാപം ചെയ്ത് പാപത്തിൽ മുഴുകി പാപത്തിൽ ആനന്ദിച്ച് ജീവിച്ചു വന്നിരുന്ന ഒരു തലമുറയെ മുഴുവനുമായിട്ട് ദൈവം വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞു. വെള്ളം അവരെ ന്യായവിധിക്ക് വേണ്ടി കൊണ്ടുപോയി എന്നതായിരിക്കുന്ന ചരിത്രമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആരെയാണ്, ഏത് സമൂഹത്തെയാണ് വെള്ളം കൊണ്ടുപോയത്? പാപത്തിൽ ജീവിച്ചു വന്നിരുന്ന ഒരു ജനസമൂഹത്തെ. ദൈവശബ്ദം കേട്ടിട്ടും അനുദപിക്കാതെ മടങ്ങി വരാതെ കർത്താവിനെ സ്വീകരിക്കാതെ ദൈവത്തോട് മറുതലിച്ച് നിന്നിരുന്ന വഷളത്വത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ട് ജനസമൂഹത്തെ മൊത്തമായിട്ട് വെള്ളം തുടച്ചു മാറ്റി എന്ന് കാണാൻ കഴിയുന്നു. അതാണ് അവിടുത്തെ സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ ജലസ്നാനം എന്താണ് പത്രോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? നാം സ്നാനമേൽക്കുമ്പോൾ, അഥവാ നാം ഓരോരുത്തരും വെള്ളത്തിൽ സ്നാനമേൽക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യൻ ഒഴുകിപ്പോകുന്നു. വെള്ളത്തിൽ ഒരു ജനവിഭാഗം ഒഴുകിപ്പോയതുപോലെ നമ്മുടെ പഴയ മനുഷ്യനും അതുപോലെ തന്നെ ഒഴുകിപ്പോകുന്നു. പുതിയ മനുഷ്യൻ അതേസമയം തന്നെ സുരക്ഷിതരായും ഇരിക്കണം. പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. നാം ജലത്തിൽ സ്നാനമേൽക്കുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ നാം ഉരിഞ്ഞു കളയുന്നു, പഴയ മനുഷ്യൻ ഒഴുകിപ്പോകുന്നു. അപ്പോൾ തന്നെ നമ്മുടെ പുതിയ മനുഷ്യൻ സുരക്ഷിതരായിട്ട് ക്രിസ്തുവിലിരിക്കുന്നു. അപ്പോൾ വെള്ളം ഒരു സമൂഹത്തെ മുഴുവനുമായി തുടച്ചു മാറ്റിയപ്പോൾ ഒരു കുടുംബം പെട്ടകത്തിൽ സുരക്ഷിതമായി ഇരുന്നതുപോലെ നാം എല്ലാവരും ക്രിസ്തുവിൽ സുരക്ഷിതരാക്കി നമ്മെ തീർത്ത ശേഷമാണ് നാം സ്നാനപ്പെടുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ശേഷമാണ് സ്നാനം നടക്കുന്നത്. പെട്ടകത്തിൽ കയറിയ ശേഷമാണ് ജനത്തെ തുടച്ചു മാറ്റുന്നത്. ഇത് രണ്ടും ഒരേ സാമ്യമുള്ളത് വിഷയമാണ്. അപ്പോൾ നാം എപ്പോൾ ക്രിസ്തുവിലാകുന്നുവോ ആ സമയത്ത് നമ്മെ നോഹയും കുടുംബത്തെയും പെട്ടകത്തിനകത്ത് സുരക്ഷിതരായി സൂക്ഷിച്ചതുപോലെ
നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ സുരക്ഷിതമായി വെച്ചിരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യനെ ഒഴുകിപ്പോകണം. അപ്പോൾ സ്ഥാനം ഏൽക്കുമ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്നു, പഴയ മനുഷ്യൻ എന്നേക്കുമായി ഒഴുകിപ്പോകുന്നു. അപ്പോൾ അതാണ് ഈ സ്ഥാനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട വിഷയം, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ പെട്ടകത്തിനകത്ത് സൂക്ഷിച്ച ശേഷമാണ് മറ്റൊരു സമൂഹത്തെ നശിപ്പിച്ചത്. അതാണ് ദൈവം ചെയ്തത്. ഇപ്പം നമ്മൾ അറിയേണ്ട രണ്ട് വസ്തുതയുണ്ട്. സ്ഥാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൽ ആയ വ്യക്തി ആയിരിക്കണം ഏൽക്കേണ്ടത്, സ്ഥാനം ഏൽക്കേണ്ടത്. ക്രിസ്തുവിലാകാത്തവന് സ്ഥാനത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ക്രിസ്തുവിലായ ശേഷമാണ് സ്ഥാനം ആവശ്യമായിരിക്കുന്നത്. സ്ഥാനം എന്താണ്? പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്നു, അവൻ ഒഴുകിപ്പോകുന്നു. അപ്പോൾ തന്നെ പുതിയ മനുഷ്യൻ ക്രിസ്തുവിൽ അത് സുരക്ഷനായിട്ട് ഒരു സുരക്ഷിത സ്ഥാനത്ത് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം പെട്ടകത്തിൽ കയറിയ ശേഷമായിരുന്നു ജനത്തെ ന്യായം വിധിച്ചതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ചിന്തിച്ച് വരുമ്പോൾ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ദൃഷ്ടാന്തമാണ്, ഏറ്റവും നല്ല ഉദാഹരണമാണ് നോഹയും കുടുംബം എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്ന്, പഴയ മനുഷ്യനെ നാം കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ പഴയ മനുഷ്യൻ ഒഴുകിപ്പോകുന്നു. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇവ മൂന്നിനോടും നാം ഏകീഭവിക്കുന്നു. ഇപ്പോൾ സ്ഥാനത്തെങ്കിൽ രണ്ട് സംഭവങ്ങൾ നടക്കുന്നു. ഒന്ന്, പഴയ മനുഷ്യനെ നാം ഉരിഞ്ഞു കളയുന്നു. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ സ്ഥാനമേറ്റ് പൊങ്ങി വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണ, അടക്ക, പുനരുത്ഥാനത്തോട് നാം ഏകീഭവിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥാന സമയത്ത് നടക്കുന്നത്. അപ്പോൾ ഇവരെ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് സംരക്ഷിച്ചു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന വിഷയം. ദൈവസഭയെയും നോഹയെയും കുടുംബത്തെയും സംഭവിക്കാൻ പോകുന്ന ഒരു മഹാന്യായവിധിയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസ്തുത വിഷയം. അതുകൊണ്ട് ഈ സമൂഹം, നോഹയുടെ കുടുംബവും വിശ്വാസ സമൂഹവും ഒരു ന്യായവിധി കൂടി കടന്നു പോകേണ്ടായിരിക്കുന്ന ആവശ്യം ഇല്ല എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമായിട്ട് റോമാലേഖനം 8:1 പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എന്തുകൊണ്ടാണ് ശിക്ഷാവിധി ഇല്ലാത്തത്? നമ്മെ സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ശിക്ഷാവിധിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. പത്രോസ് അപ്പോസ്തലൻ ഈ വാക്യം വളരെ സൂക്ഷ്മമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് ജലപ്രളയവും വിശ്വാസ സ്നാനവും കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷ്മമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ആഴമായി പഠിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ 21-ാം വാക്യത്തിൽ സ്നാനത്തിൻ്റെ ആത്മീയ അർത്ഥം പത്രോസ് വ്യക്തമാക്കുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ പറഞ്ഞാണ് പത്രോസ് സ്നാനത്തിൻ്റെ ആത്മീയ അർത്ഥം ഇവിടെ സ്ഥാപിക്കുന്നത്. ഒന്ന്, സ്നാനം ജഡത്തിൻ്റെ അഴുക്ക് കളയുവാനായിട്ട് അല്ല. എന്താണ് സ്നാനം എന്ന് പറയുമ്പോൾ ജഡത്തിൻ്റെ, നമ്മുടെ ശരീരത്തിലെ അഴുക്ക് കളയാൻ വേണ്ടി ഏൽക്കുന്നതല്ല സ്നാനം. 2, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ളൊരു അപേക്ഷയാണ് സ്നാനം. 3, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കുന്നു എന്ന് പത്രോസ് പറയുകയാണ്. 3 കാര്യങ്ങൾ അദ്ദേഹം സ്നാനത്തോട് ബന്ധത്തിൽ, അഥവാ പഴയ നിയമത്തിലെ നോഹയുടെ കാലത്തെ ആ സംഭവവും പുതിയ നിയമത്തിലെ സ്നാനവും കൂടെ ബന്ധിപ്പിച്ചിട്ട് 3 ചിന്തകൾ പത്രോസോട് പറയുകയാണ്. ഒന്നാമതായിട്ട് പറയുന്നു, സ്നാനം ജഡത്തിൻ്റെ അഴുക്ക് കളയുവാനായിട്ടല്ല എന്ന് പറയുകയാണ്. സാധാരണ നമുക്ക് വെള്ളത്തിറങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? നാം കുളിക്കാൻ ഇറങ്ങുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ചുമ്മാ തമാശയ്ക്ക് ഇറങ്ങുന്നതല്ല. കുളത്തിലിറങ്ങിയാലും ആറ്റിലിറങ്ങിയാലും എവിടെ നാം വെള്ളത്തിൽ മുങ്ങിയാലും നമ്മുടെ മനസ്സിൽ ആഗ്രഹവും ആശയം എന്ന് പറയുന്നത് ശരീരത്തിലുള്ള അഴുക്ക് കളഞ്ഞു പോകുക എന്നുള്ളത്. വസ്ത്രം അലക്കാൻ ഇറങ്ങിയാൽ പോലും അഴുക്ക് മാറ്റിക്കളയുക, അതാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. പത്രോസ് അതിന് പറയുകയാണ്, നിങ്ങൾ സ്നാനം ഏൽക്കുമ്പോൾ ഇപ്പോൾ ശരീരത്തിലെ അഴുക്ക് കളയുവാൻ വേണ്ടിയല്ല നിങ്ങൾ എന്തെടുക്കുന്നത്, സ്നാനം എടുക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പത്രോസ് പറയുകയാണ്. അതിനുവേണ്ടിയല്ല.
പിന്നെന്താണ്? സ്നാനത്തിനായി വെള്ളത്തിൽ ഇറങ്ങുന്നവർ വെള്ളത്തിൽ മുങ്ങിയാൽ അവരുടെ പാപങ്ങൾ മറിഞ്ഞു പോകുന്നില്ല. ഒരാൾ വെള്ളത്തിൽ ഇറങ്ങി അത് സ്നാനമേറ്റിട്ട് മുങ്ങി വന്നാൽ ഒരിക്കലും അവൻ്റെ പാപങ്ങൾ ഒഴുകിപ്പോകുന്നില്ല. പിന്നെ എങ്ങനെയാണ് പാപത്തിന് പരിഹാരം ഉണ്ടാകുന്നത്? ഏത് നിലയിലാണ് പാപം മാറുന്നത്? അത് യോഹന്നാൻ വ്യക്തമായി പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പോൾ ഒരു മനുഷ്യനിൽ പാപത്തിൻ്റെ കറ, പാപത്തിൻ്റെ ചെളി ഒഴുകിപ്പോകണമെന്നുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമാണ്. അപ്പോൾ സ്നാനം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ അഴുക്ക് കളവാൻ വേണ്ടിയല്ല, ആ ഒരു പ്രക്രിയ അല്ല നടക്കുന്നത്. മറിച്ച് നിങ്ങൾ ഓൾറെഡി യേശുക്രിസ്തു രക്തത്താളടിക്കുന്ന കഴുകൽ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ശുദ്ധീകരണം നടന്നു കഴിഞ്ഞിരിക്കുക. അപ്പോൾ ആരെങ്കിലും ചിന്തിക്കുകയാണ് ഈ ശരീരത്തിൻ്റെ അഴുക്ക് കളയുവാനാണ് ചിന്തിക്കുന്നതെങ്കിൽ അതല്ല അവിടുത്തെ വിഷയം. യേശുക്രിസ്തു രക്തത്താലാണ് കഴുകൽ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്നാനമെടുക്കുന്നവർ ഓർത്തിരിക്കണം, ഒരു കാരണവശാലും അഴുക്ക് കളയാൻ വേണ്ടി ഉള്ളതല്ല എന്ന് യോഹന്നാൻ പറയുകയാണ്. യോഹന്നാൻ പത്രോസ് പറയുകയാണ്. എന്നാൽ സ്നാനം എന്ന ശുശ്രൂഷ നമ്മൾ നടക്കുമ്പോൾ, വേറൊരാൾ നമ്മെ ജലത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവിടെ നടക്കുന്ന ശരീരത്തിൻ്റെ അഴുക്കൊരിക്കലും കഴുകിക്കളയുന്നില്ല, അതവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയല്ല നിങ്ങൾ സ്നാനമെടുക്കുന്നത് എന്ന് പത്രോസ് പറയുകയാണ്. അതുതന്നെയാണ് യോഹന്നാൻ സ്ഥാപിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലമാണ് നമ്മുടെ കഴുകൽ നടക്കുന്നത് എന്ന് രണ്ടുപേരും ഒരുപോലെ പറയുകയാണ്. രണ്ടാമതായിട്ട് പത്രോസ് പറയുന്നത് നമുക്ക് ദൈവത്തോട് നല്ല മനസ്സാക്ഷി ലഭിക്കണം. ഒരാൾ വെള്ളത്തിൽ ഇറങ്ങി സ്നാനമേൽക്കുമ്പോൾ നടക്കുന്നത് നമുക്ക് എന്ത് സംഭവിക്കുന്നു? ദൈവത്തോട് നല്ല മനസ്സാക്ഷി ലഭിക്കണം. എന്താണ് ഈ നല്ല മനസ്സാക്ഷി എന്ന് പറയുന്നത്? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടായിരിക്കുന്ന വ്യക്തി സ്നാനത്തിനായിട്ട് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ആ വ്യക്തിയോട് സ്നാനപ്പെടുത്തുന്ന ആൾ ചോദിക്കും, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കന്യാമറിയാമിൽ ജഡമെടുത്ത് ഈ ഭൂമിയിൽ ജനിച്ച് 33 തിരുവെഴുത്ത് വരെ ഈ ഭൂമിയിൽ പാർത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് രോഗികളെ സൗഖ്യമാക്കി കാൽവറിയിലെ മരക്കുരിശിൽ 3 ആണികളുമേൽ തൂങ്ങപ്പെട്ടവനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം പ്രാപിച്ച കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു വീണ്ടും വരുന്നു. ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി ഹൃദയത്തിൽ നിന്നും പറയണം, എന്ത്? ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാം. അങ്ങനെ പറയുന്ന വ്യക്തിയെ മാത്രമേ സ്ഥാനപ്പെടുത്തുവാനായിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവൻ പറയേണ്ടത് എങ്ങനെയാണ്? പറയേണ്ടത് യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സിൻസിയറായിട്ട് അവൻ പറയേണ്ട വിഷയമാണ്. അങ്ങനെ തുറന്നു പറയാം. ആ സത്യം പറഞ്ഞെങ്കിൽ മാത്രമേ അവനെ സ്ഥാനപ്പെടുത്തുവാൻ നമുക്ക് പറ്റുകയുള്ളൂ. എന്നാൽ ഈ വ്യക്തി പത്രോസ് പറയുന്നത് സ്നാനസമയത്ത് പറയുന്ന സാക്ഷ്യം കർത്താവിൻ്റെ മുമ്പാകെ സത്യമായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവന് ശുദ്ധമായ മനസാക്ഷി ഉണ്ടാകും. കള്ളം പറയുന്നുവെങ്കിൽ അവൻ ശുദ്ധ മനസാക്ഷി ഇല്ല. കാരണം ദൈവം ഭാഗ്യം അവന് കള്ളം പറഞ്ഞു, സഭയോട് കള്ളം പറഞ്ഞു, ചുറ്റും നിന്ന സാക്ഷികളോട് കള്ളം പറഞ്ഞു, അത് തന്നെ അവന് രക്ഷിക്കപ്പെട്ടു വന്ന് കള്ളം പറയും. അപ്പോൾ അതുകൊണ്ട് കള്ളം പറയുന്നുവെങ്കിൽ അവനെന്തില്ല? ശുദ്ധ മനസാക്ഷി ഇല്ല. അപ്പം ഒരു രക്ഷിക്കപ്പെടാതിരിക്കുന്ന വ്യക്തി സ്നാനമേൽക്കുമ്പോൾ അവൻ എന്ത് സംഭവിക്കുന്നു? അവന് ദൈവത്തോട് ശുദ്ധമായ മനസാക്ഷി ലഭിക്കുന്നു. പത്രോസ് പറയുകയാണ്, നിങ്ങൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ സ്നാനമേൽക്കുമ്പോൾ ശുദ്ധമായ മനസ്സാക്ഷി ദൈവം ഭാഗ്യം. കാരണം നിങ്ങൾക്ക് ഒന്നിനെപ്പറ്റിയും ദുഃഖിക്കുവാനോ ലജ്ജിക്കുവാനോ ഇല്ല. അല്ല, ദൈവം ഭാഗ്യം കള്ളം പറഞ്ഞ് സ്നാനമേൽക്കുകയാണെന്നെങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്നാനമെടുക്കുന്നതിന് വേണ്ടിയാണ്?
ശുദ്ധമായൊരു മനസ്സാക്ഷി. ആരോടാണ്? ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധമായ നിഷ്കളങ്കമായിരിക്കുന്ന മനസ്സാക്ഷി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് പത്രോസോട് പറയുക. മൂന്നാമതായിട്ട് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കും. മൂന്നാമത്തെ പ്രത്യേകത. ഓക്കെ. 21-ാമത്തെ വാക്യം, അത് സ്നാനത്തിന് ഒരു സാദൃശ്യം. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള പ്രതിജ്ഞയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയാണ് നമ്മെ രക്ഷിക്കുന്നത്. ഓക്കെ. പ്രതിജ്ഞയാണ്. അതെ, അവൻ ചെയ്യുന്ന ഒരു പ്രതിജ്ഞ, ഞാൻ പറഞ്ഞ വിഷയം തന്നെയാണ്. അതായത് ദൈവം ഭാഗം എടുക്കുന്ന പ്രതിജ്ഞയാണ്. ഞാൻ യഥാർത്ഥമായിട്ട് അങ്ങേ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു എന്നുള്ളത് വ്യക്തി ജീവിതത്തിൽ ഒരിക്കലായിട്ട് എടുക്കുന്ന പ്രതിജ്ഞയാണ്. അപ്പോൾ തന്നെ അവൻ്റെ പുനരുത്ഥാനം കൂടി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പുനരുത്ഥാനമാണ് നമുക്ക് എന്ത് ചെയ്യുന്നു? രക്ഷയുടെ ക്ലൈമാക്സ് ഞങ്ങൾക്കോട്ട് കടന്നു വരിക. ഇപ്പോൾ മൂന്നാമത് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. നമ്മൾ ഈ ഭാവം ചിന്തിച്ചു വരുമ്പോൾ ജലപ്രളയത്തിൻ്റെ കാലവും യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ കാലവും തമ്മിൽ അടുത്ത സാമ്യമുണ്ട്, അല്ലെങ്കിൽ ബന്ധമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 7-ാം മാസം 17-ാം തീയതിയായിരുന്നു പെട്ടകം അരാറാത്ത് പർവ്വതത്തിൽ ഉറച്ചത്. 7-ാം മാസം 17-ാം തീയതിയാണ് പെട്ടകം അരാറാത്ത് പർവ്വതത്തിൽ ഉറച്ചത്. യഹൂദന്മാർക്ക് 2 ഇയറുണ്ട്, 2 വർഷങ്ങളുണ്ട്. ഒന്ന് സിവിൽ ഇയർ എന്നും രണ്ടാമത് റിലീജിയസ് ഇയർ എന്നും. അതായത് ആഭ്യന്തര വർഷവും മതപരമായ വർഷവും. സിവിൽ ഇയർ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. അവരുടെ സിവിൽ ഇയർ, അതായത് അവരുടെ വർഷം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. യഹൂദൻ്റെ മതപരമായ വർഷം ആരംഭിക്കുന്നത് പെസഹ പെരുന്നാളിനോടുകൂടി ഏപ്രിൽ മാസത്തിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ മുതൽ കൂട്ടി, ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെ കൂട്ടുമ്പോൾ 7-ാം മാസമായി. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെ 7-ാം മാസമായി. നമ്മളടുത്ത വായിക്കുന്ന യേശുക്രിസ്തു ക്രൂശിതനാകുന്നത് 7-ാം മാസം 14-ാം തീയതിയാണ് എന്ന് എല്ലാവരും സമർത്ഥിക്കുന്നു. 7-ാം മാസം 14-ാം തീയതി 3 ദിവസം കർത്താവ് കല്ലറയ്ക്കകത്ത് കിടക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ഉത്ഥാനം പ്രാപിച്ചത്, പുനരുത്ഥാനം പ്രാപിച്ചത് 7-ാം മാസം 17-ാം തീയതിയും പെട്ടകം അരാറാത്ത് പർവ്വതത്തിൽ ഉറച്ചതും 7-ാം മാസം 17-ാം തീയതി. ഇത് രണ്ടും വളരെ സാദൃശ്യമുണ്ട്. അപ്പോൾ നോഹയുടെ സംഭവവും യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം തമ്മിൽ നല്ല ബന്ധം ഉണ്ട്. മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, അതായത് യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ രക്ഷയുടെ പൂർണ്ണതയും നടക്കുന്നത്. അതുതന്നെയാണ് പത്രോസ് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കണം. പുനരുത്ഥാനം മാറ്റിവെക്കാൻ നമുക്ക് പറ്റുന്നതല്ല. മരണം, അടക്കം, പുനരുത്ഥാനം, അതുമാത്രമല്ല സ്വർഗാരോഹണം, ഇതെല്ലാം കൂടെ ചേർന്ന് കിടക്കുന്ന വിഷയമാണ്. പുനരുത്ഥാനം കൂടെ നടക്കുമ്പോഴാണ് എന്ത് പൂർണ്ണമായി തീരുന്നത്? നമ്മുടെ ഓരോരുത്തരെയും രക്ഷ പൂർണ്ണമായി തീരുന്നു. അത് പത്രോസ് വ്യക്തമായി പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. ഇവിടെ അതിൻ്റെ അർത്ഥം പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. 1 കൊരിന്ത്യർ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് ഇതേ വിഷയം തന്നെ അവിടെ പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാണ്, വിശ്വാസവും വ്യർത്ഥമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ സമ്പൂർണ്ണത എന്ന് പറയുമ്പോൾ നാം അറിഞ്ഞിരിക്കുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ക്ലൈമാക്സ്, സമ്പൂർണ്ണത എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം കൂടി ചേരുമ്പോൾ മാത്രമേ വിശ്വാസത്തിൻ്റെ ക്ലൈമാക്സിൽ എത്തുകയുള്ളൂ. പത്രോസ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തു പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു എന്ന് പറയും. അപ്പം 3 കാര്യങ്ങൾ പത്രോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്.
ഒന്നാമതായിട്ട് സ്നാനമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടിയിരിക്കുന്ന മാലിന്യം കഴുകിക്കളയുക എന്നുള്ളതല്ല, മറിച്ച് സ്നാനപ്പെടുമ്പോൾ ദൈവത്തോട് ശുദ്ധമായ മനസ്സാക്ഷി ഉണ്ടാകുമെന്ന് പ്രഖ്യാപനം നടത്തുകയാണ്. മൂന്നാമതായിട്ട് അവൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇത് സ്നാനത്തോട് ചേർന്ന് ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ കാൽവറിയിൽ നടന്ന സംഭവങ്ങളെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് പുനരുത്ഥാനമാണ്. അത് പത്രോസ് വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇനി 22-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത വാക്യം പറയുന്നത്, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. 18-ാം വാക്യം അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ്. ഞാൻ 18-ാം വാക്യത്തിലേക്ക് വായിക്കാം. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു എന്ന് 18-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 18-ാം വാക്യത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരേണ്ട വാക്യമാണ് 22-ാം വാക്യം. അതിന് തുടർച്ചയായിട്ട് പോകേണ്ട വ്യക്തിയാണ്. കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ആത്മാവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം പിന്നെ അടുത്ത് എന്താണ്? അവന് ഇവിടെ പോയി എന്നാണ് വായിക്കുന്നത്, സ്വർഗത്തിലോട്ട് പോയി. അത് 18ഉം 22 ചേർന്ന് വരേണ്ട ഭാഗമാണ്. ഇതിനിടയ്ക്ക് പത്രോസ് നോഹയെ കൊണ്ടുവന്നിട്ട് ആ ചരിത്രം പറഞ്ഞിട്ട് പിന്നെ ജലസ്നാനം കയറി വന്നു. ഇപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് പോവുകയാണ്. പത്രോസിൻ്റെ എഴുത്ത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 1-ാം അധ്യായം മുതൽ പഠിച്ചു വരുമ്പോൾ എല്ലാം കണക്ട് ചെയ്ത് വരിക. ഇവിടെയും 18-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ആത്മാവ് ഉയർത്തെഴുന്നേറ്റു, ഇനിയും കർത്താവ് കരേറിപ്പോയി പിതാവാം ദൈവത്തിന് വലതുഭാഗത്തിരിക്കുന്നു പറയേണ്ടതിന് പകരമായിട്ട് ഇടയ്ക്ക് നോഹയുടെ ചരിത്രം കൊണ്ടുവന്നിട്ട് അടുത്ത വാക്യം വരുമ്പോഴാണ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 22-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ കഴിയുന്നു. നല്ലൊരു അവതരണ ശൈലിയാണ് ഇവിടെ പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ പ്രത്യേകത കാണുവാൻ കഴിയുന്നത്, ഇവിടുത്തെ പ്രത്യേകത ആത്മാവിൽ ഉയർത്ത യേശുക്രിസ്തു എന്ത് ചെയ്തു എന്താണ് പത്രോസ് പറയുന്നത്? 18-ാം വാക്യം അവസാനിക്കുന്നത് ആത്മാവിൽ അവന് ഉയർത്തും. ആത്മാവിൽ ഉയർത്ത ക്രിസ്തു, ഇതേ ക്രിസ്തു പഴയ നിയമ ചരിത്രത്തിൽ ആത്മാവിൽ എന്ത് ചെയ്തു എന്ന് വായനക്കാരോട് പറയുക. അതുകൊണ്ടാണ് നോഹ അവിടെ കൊണ്ടുവരേണ്ടത്. ആത്മാവിൽ ക്രിസ്തു നോഹയിൽ കൂടി പഴയ നിയമകാലത്ത് പ്രസംഗിച്ചു എന്ന് പറയുക. അപ്പോൾ അവിടെ വലിയ ചരിത്ര സംഭവം അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവരിൽ ക്രിസ്തു ആരാണ്, അവൻ്റെ മഹത്വം, അവൻ്റെ മഹിമ, അവൻ്റെ ശ്രേഷ്ഠത എല്ലാം പത്രോസോടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആത്മാവിൽ അവൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അത് നോഹയെ കൂടി പ്രസംഗിച്ചു എന്ന് പറയും. ആ നോഹയെ കൂടി പ്രസംഗിച്ചായിരിക്കുന്ന ആ വചനവും അതിനോട് ബന്ധിപ്പിച്ച് പ്രതിമത്തിൽ സ്നാനവും കൂടി കണക്ട് ചെയ്യുക. ഇനി സ്നാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വീണ്ടും 19ഉം 20ഉം വാക്യത്തിൽ പറയാം. ഒരു വിഷയം പറഞ്ഞിട്ട് അതിന് ചേർത്ത് ഇങ്ങനെ അടുക്കും ചിട്ടായിട്ട് പോവുകയാണ്. വീണ്ടും ഇവിടെ 18-ാം വാക്യവുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യുക. അപ്പോൾ 22-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന വിഷയം ഉത്ഥാനത്തിന് ശേഷം നടന്നത് എന്താണെന്ന് 22-ാം വാക്യം പറയാം. ഇപ്പോൾ ഈ ക്രിസ്തു എവിടെയായിരിക്കുന്നു എന്ന് പറയും. ഇപ്പോൾ അവൻ എന്ത് ചെയ്യുന്നുവെന്ന് 22-ാം വാക്യത്തിൽ പറയും. അപ്പോൾ 18-ാം വാക്യത്തിൽ അവസാനത്ത് ഉത്ഥാനം പ്രാപിച്ച ക്രിസ്തു അതിനുശേഷം എന്ത് നടന്നു എന്ന് പറയുന്നു. ഇപ്പോൾ കർത്താവ് എവിടെയായിരിക്കുന്നു എന്ന് പറയുന്നു. അവനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നു. വളരെ രസകരമായിട്ടുള്ള അവതരണ രീതിയാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മരണത്തിൽ നിന്നും ഉത്ഥാനം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അതായത് താൻ എവിടെ നിന്ന് വന്നുവോ അവിടോട്ട് തന്നെ അവന് തിരിച്ചുപോയി. പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നു, അവിടോട്ട് തന്നെ കർത്താവ് മടങ്ങിപ്പോയതായിട്ട് കാണുകയാണ്. പക്ഷെ മടങ്ങിപ്പോയ ശേഷമുള്ള അവസ്ഥ വളരെ ചിന്തനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പോൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു
അവൻ ആത്മരൂപിയല്ല, മറിച്ച് തേജസ്കരണം പ്രാപിച്ച ശരീരത്തോടെ കർത്താവ് ആയിരിക്കുകയാണ്. പഴയ വന്ന സ്ഥലത്തോട് പോകുമെന്ന് പറയുമ്പോൾ തേജസ്കരണം പ്രാപിച്ച ശരീരവുമായിട്ട് കർത്താവ് അവിടെ ആയിരിക്കുകയാണ്. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: കാൽവറിയിൽ ക്രിസ്തു നമ്മോട് കാണിച്ച സ്നേഹത്തിൻ്റെ അടയാളമായ കൈകളിലെ ആണിപ്പാടുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തേജസ്കരണം പ്രാപിച്ച ശരീരത്തിൽ അണിപ്പാടുകളുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത് പത്രോസ് പറയുകയാണ്, അവൻ സ്വർഗത്തിലോട്ട് പോയി. 22-ാം വാക്യത്തിൽ അവന് സ്വർഗത്തിലോട്ട് പോയി എന്ന് പറയുന്നു. എങ്ങനെയാണ് കർത്താവായിരിക്കുന്ന യേശു സ്വർഗത്തിലോട്ട് പോയി എന്നുള്ളത് പുതിയ നിയമത്തിലെ എഴുത്തുകാർ വ്യക്തമായി പറയുന്നുണ്ട്. എബ്രായലേഖനം 4:14 വായിക്കുന്നുണ്ട്: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചോളൂ. എങ്ങനെയാണ് ഈ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലോട്ട് കയറിപ്പോയത് എന്ന് എബ്രായലേഖന കർത്താവ് വ്യക്തമായി പറയുകയാണ്: ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത, അവൻ്റെ ഒരു പദവി എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിനെ ഇവിടെ എബ്രായലേഖന കർത്താവ് പറയുന്നത് അവൻ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നാണ് യേശു ക്രിസ്തുവിനെ പറ്റി എബ്രായലേഖന കർത്താവ് പറയുക. നമുക്കറിയാം, അഹരോന് ഒരു മഹാപുരോഹിതനായിരുന്നു. മോശയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെപ്പോലും അഥവാ പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെപ്പോലും ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് വിളിച്ചിട്ടില്ല. മഹാപുരോഹിതൻ പറയുന്നുണ്ട്, ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് ആരെയും വിളിച്ചിട്ടില്ല. അപ്പോൾ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് എന്ന് പറയുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. ബാക്കി പുരോഹിതന്മാരുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്. ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് ഒരാളെ മാത്രമേ വിളിക്കുന്നുള്ളൂ, അത് എബ്രായലേഖന കർത്താവ് വിളിക്കുകയാണ്. അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ ക്രിസ്തുവിന് മാത്രം കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ് ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് എന്ന് പറയുന്നത്. അത് കർത്താവിന് മാത്രമായിട്ട് ഉള്ളായിരിക്കുന്ന ടൈറ്റിലാണ്. പഴയ നിയമത്തിലെ പ്രത്യേകത, പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ളായിരിക്കുന്ന മധ്യസ്ഥനാണ്. പഴയ നിയമ ഉടമ്പടി പ്രകാരം മഹാപുരോഹിതന് മാത്രമേ യാഗം അർപ്പിക്കുവാനായിട്ട് അനുവാദമുള്ളൂ. അതായത് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ഓൺ ദ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, മഹാപാപ പരിഹാര ദിനത്തിൽ, അതിനെ യോം കിപ്പൂർ എന്ന് പറയും, ആ ദിവസത്തിൽ മഹാപുരോഹിതന് മാത്രമാണ് അതിപരിശുദ്ധ സ്ഥലത്ത് എന്ന് യാഗം അർപ്പിക്കാനുള്ള പെർമിഷനുള്ളത്, അനുവാദമുള്ളത്. സകല മനുഷ്യരുടെയും പാപങ്ങൾ അന്നേ ദിവസം മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. യാഗമൃഗത്തിൻ്റെ രക്തം കൃപാസനത്തിൽ അഥവാ പാപപരിഹാര ദിനത്തിനായി മഹാപുരോഹിതൻ കൃപാസനം തെളിക്കുക. ഈ മഹാപുരോഹിതന് രക്തമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്ത് വരുമ്പോൾ അല്പസമയം മാത്രമേ അവനോട് നിൽക്കുവാനായിട്ട് അനുവാദമുള്ളൂ. സദാസമയോട് നിൽക്കുവാൻ പറ്റുകയില്ല. യാഗം അർപ്പിക്കുക, മടങ്ങി വരിക, അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അത് വളരെ ഗൗരവത്തോടുകൂടി ചെയ്യേണ്ടായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. യാഗം കഴിക്കുന്ന മാത്രം ആ പ്രത്യേക സമയത്താണ് ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ്, അവൻ്റെ ഷെക്കേന, അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്ന സമയമാണ് ഈ മഹാപുരോഹിതൻ അവിടെ യാഗം അർപ്പിക്കുന്നതായിരിക്കുന്ന, അത് രക്തം തളിക്കുന്നതായിരിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത്. ഈ അതിപരിശുദ്ധ സ്ഥലത്ത് എത്തുവാനായിട്ട് 3 വാതിൽ കൂടിയാണ് അവനോട് കിടക്കേണ്ടത്. 3 വാതിൽ കടക്കണം. 3 പ്രധാന സ്ഥലങ്ങളിൽ കൂടിയാണ് മഹാപുരോഹിതന് അതിപരിശുദ്ധ വരേണ്ടത്. ഒന്നാമത്, അവൻ രക്തം കയ്യിൽ പിടിച്ചുകൊണ്ട് ഔട്ടർ കോർട്ടിലൂടെ, പുറത്തെ വാതിലൂടെ കടക്കണം. രണ്ടാമത്, അവനകത്ത് വന്ന ശേഷം പരിശുദ്ധ സ്ഥലത്തോട് പ്രവേശിക്കുന്നു. പരിശുദ്ധ സ്ഥലത്ത് നിന്നും അതിപരിശുദ്ധ സ്ഥലത്തോട് പ്രവേശിക്കുവാനായിട്ടൊരു വെയിലുണ്ട്, ഒരു കർട്ടനുണ്ട്. ആ കർട്ടൻ മാറ്റി അതിപരിശുദ്ധ സ്ഥലത്ത് കിടക്കുകയാണ്. അപ്പം 3 വാതിൽ കൂടിയാണ്
മഹാപുരോഹിതന് മഹാപാപ പരിഹാര ദിനത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് യാഗം അർപ്പിക്കുന്ന അഥവാ രക്തം തളിക്കും. ഒന്ന് ഔട്ടർ കോർട്ട്, പ്രാകാരത്തിന് പുള്ളിലായിരിക്കുന്ന കോർട്ടിൽ കൂടി അകത്ത് കിടക്കണം. പിന്നെ പരിശുദ്ധ സ്ഥലത്തിൽ കൂടി പ്രവേശിക്കണം. പിന്നെ കർട്ടൻ മാറ്റിയ ശേഷം കിടക്കുകയാണ്. 3 സ്ഥലങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ ഔട്ടർ കോർട്ട്, ഹോളി പ്ലേസ്, വെയിൽ, ഈ 3 വാതിൽ കൂടിയാണ് മഹാപുരോഹിതന് യോം കിപ്പൂറിൻ്റെ അന്ന് അഥവാ മഹാപാപ പരിഹാര ദിനത്തിൽ അവിടെ യാഗം നടക്കുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ താമസമില്ല, അവിടെ തടസ്സങ്ങളൊന്നുമില്ല, വിശ്രമിക്കാൻ സമയം അവിടെയില്ല. തിടുക്കത്തെ യാഗം കഴിച്ച് യാഗം അർപ്പിച്ച് രക്തം തളിച്ച ശേഷം ഉടൻ തന്നെ പുറത്തു വരിക എന്നുള്ളതായിരിക്കുന്ന ഒരു ബാധ്യതയാണ് അവനുള്ളത്. അത് കഴിഞ്ഞാൽ മഹാപുരോഹിതൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ അടുത്ത വർഷം മാത്രമേ ഈ അതിപരിശുദ്ധ സ്ഥലത്ത് യാഗം അർപ്പിക്കാൻ വേണ്ടി വരികയുള്ളൂ. അടുത്ത വർഷം എന്ന് പറയുമ്പോൾ അടുത്ത വർഷം യോം കിപ്പൂറിൻ്റെ അന്ന്, ഡേ ഓഫ് അറ്റോൺമെൻറ്റിൻ്റെ അന്ന് മാത്രമേ വീണ്ടും മഹാപുരോഹിതന് ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുവാൻ അവകാശമുള്ളൂ. എന്നാൽ എല്ലാ വർഷവും ഓരോ വർഷം കഴിയും തോറും ഇങ്ങനെ യോം കിപ്പൂർ എന്ന് പറയുന്ന ഡേ അറ്റോൺമെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. എല്ലാ വർഷവും ഇത് മഹാപാപ പരിഹാര ദിനത്തിൽ ഈ യാഗം നടന്നുകൊണ്ടേയിരിക്കുക. എന്നാൽ ഈ വർഷത്തിൻ്റെ ഇടയിലായിട്ട് ഒട്ടനവധി യാഗം നടക്കുന്നുണ്ട്. ആ യാഗം എന്ന് പറയുന്നത് പുരോഹിതന്മാർ കഴിക്കുന്ന യാഗമാണ്. പലതരത്തിലുള്ളായിരിക്കുന്ന, പല രീതിയിലുള്ളായിരിക്കുന്ന, പല വസ്തുക്കൾ ഉപയോഗിച്ചുള്ളായിരിക്കും യാഗം നടക്കുന്നുണ്ട്. അത് പുരോഹിതന്മാരാണ് യാഗം നടക്കുന്നത്. അപ്പം മഹാപുരോഹിതൻ കഴിക്കുന്ന യാഗം എന്ന് പറയുന്നത് യോം കിപ്പൂർ ദിവസത്തിലാണ് നടക്കുന്നത്. അത് ആണ്ടിലൊരിക്കൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരാണ്ടിൽ ആയിരക്കണക്കിന് യാഗം നടക്കുന്നുണ്ട്. ആ യാഗങ്ങളെല്ലാം പുരോഹിതന്മാരാണ് നടക്കുന്നത്. ഇപ്പോൾ സമാഗമന കൂടാരത്തിൽ 2 വിധത്തിലുള്ള യാഗങ്ങൾ നടന്നിരുന്നു. ഒന്ന് അഥവാ 2 യാഗപീഠങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തതിൻ്റെ പേര് ഓൾട്ടർ ഓഫ് ബേൺഡ് ഓഫറിങ്, ഹോമയാഗത്തിലായിരിക്കുന്ന ഒരു ഹോമയാഗം അർപ്പിക്കാതിരിക്കുന്ന യാഗപീഠം. ഇത് പുറത്തെ പ്രാകാരത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. പ്രവേശന കവാടത്തിനും പരിശുദ്ധ സ്ഥലത്തിനും ഇടയിലാണ് ഈ ഹോമയാഗം കഴിക്കുന്ന യാഗപീഠം എന്ന് പറയുന്നത്. ഈ യാഗപീഠം സമാഗമന കൂടാരത്തിലെ ഏറ്റവും വലിയ ഉപകരണങ്ങളിൽ ഒന്നാണ്. ഈ യാഗപീഠത്തിൻ്റെ 4 വശങ്ങളായിട്ട് 4 കൊമ്പുകളിങ്ങനെ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ യാഗപീഠം എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഓൾട്ടർ ഓഫ് ഇൻസെൻസ്, ധൂപപീഠം എന്നാണ് രണ്ടാമത്തെ വസ്തുവിൻ്റെ വിഷയം. ഇത് പരിശുദ്ധ സ്ഥലത്താണ് ഈ ധൂപപീഠം സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് തിരശ്ശീലയ്ക്ക് തൊട്ട് മുമ്പിലായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവിടെ ഈ യാഗം അർപ്പിക്കുമ്പോൾ അഥവാ ഈ ധൂപപീഠത്തിൽ യാഗം കഴിച്ച് പാപത്തിന് പരിഹാരം വരുത്തി ദൈവത്തിന് സൗരഭ്യവാസന ഉണ്ടാക്കുന്ന ഒരു യാഗമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ദൈവം ആ യാഗത്തെ പ്രസാദിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ അതാ അതിപരിശുദ്ധ സ്ഥലത്തോടുള്ള പ്രവേശനം എന്ന് പറയുന്നത് ഈ സൗരഭ്യവാസനയെ കൂടി മാത്രമാണ്. അപ്പോൾ പിതാവാം ദൈവത്തോട് അടുത്ത് വരുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള സൗരഭ്യവാസനയാകുന്ന യാഗത്തിൽ കൂടിയാണ് ഒരു മനുഷ്യനെ പിതാവാം ദൈവത്തോട് അടുത്ത് വരുവാനായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത്. ചേർന്ന് എല്ലാം ഇത് 3 ഒരുപോലെ നിൽക്കുകയാണ്. ഈ 3 കവാടങ്ങളാണ് അവിടെ ഉള്ളത്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന് കാൽവറിയിൽ എന്നേക്കുമായിട്ട് ഒരു യാഗം അർപ്പിക്കുകയുണ്ടായി. ഇനി മനുഷ്യവർഗത്തിന് ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. യാഗങ്ങളുടെ എല്ലാത്തിൻ്റെ പരിസമാപ്തിയായിട്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഒരു യാഗമായി തീർന്നു. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് അവർക്ക് യാഗമില്ല. കാരണം അവർ ചരിത്രത്തിൽ നോക്കുമ്പോൾ യാഗങ്ങളുടെ എല്ലാ സമാപ്തി വന്നിരിക്കുകയാണ്. യേശുക്രിസ്തു കൂടി യാഗങ്ങളുടെ എല്ലാം സമ്പൂർണ്ണത നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവും 3 സ്ഥലങ്ങളിലൂടെ അഥവാ 3 വാതിലുകളിലൂടെയാണ് കടന്നുപോയത്. ഇബ്രാഹിം കർത്താവ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ആകാശങ്ങളിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് ഉള്ളത് കൊണ്ട്
കർത്താവും ഇതേമാതിരി പുരോഹിതന്മാർ ഒന്നാം വാതിലും രണ്ടാം വാതിലും മൂന്നാം വാതിലും കടന്ന് അതിപരിസ്ഥലത്ത് ചെന്നതുപോലെ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവും 3 വാതിൽ കൂടി കടന്നുപോയി. അത് പത്രോസും ഇബ്രാഹിം കർത്താവും പറയുന്ന ആകാശങ്ങൾ കൂടി അവന് കടന്നുപോയി. അതെങ്ങനെയാണ്? ഒന്നാമത്തെ ആകാശം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ഹെവൻ, ഈ നാം വസിക്കുന്ന ഈ പ്രപഞ്ചം. ഈ വാതിൽ കൂടി കടന്നിട്ട് പ്ലാനറ്ററിയിൽ കൂടി പ്രവേശിച്ച് 3-ാം സ്വർഗത്തിലോട്ട് കർത്താവ് കടന്നുപോയി. അപ്പോൾ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ അവൻ്റെ യാഗം സമ്പൂർണ്ണമായി പൂർത്തിയായതിനു ശേഷം ആകാശങ്ങൾ കൂടി കർത്താവ് കടന്നുപോയി എന്നാണ് ഇബ്രാഹിം കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് സംഭവിച്ചത്? അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 ഭാഗത്ത് പത്രോസ് പറയും, വ്യക്തമാക്കുന്നുണ്ട്. അതെന്താണ് പറയുന്നത്? യേശു ശിഷ്യന്മാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ കാണെ എന്ത് സംഭവിക്കുന്നു? അവൻ ആകാശങ്ങൾ കൂടി കടന്നുപോയി എന്ന് വായിക്കുന്നു. ശിഷ്യന്മാർ ഇത് കണ്ട് അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. കർത്താവ് കടന്നുപോയ ശേഷം ഒരു മേഘം വന്ന് അവനെ മൂടുകയും അവരുടെ കാഴ്ചയ്ക്ക് മറയുകയും ചെയ്തു. അവരെല്ലാവരും ഇങ്ങനെ ആകാശത്തോട് നോക്കി നിൽക്കുക. യേശു ക്രിസ്തു സ്വർഗാരോഹണം പ്രാപിച്ച് പോകുന്ന, ആകാശങ്ങളിൽ കൂടി കടന്നു പോകുന്ന കാഴ്ച അവർ കണ്ട് നോക്കി നിൽക്കുക, വളരെ വിസ്മയത്തോട് നോക്കി നിൽക്കുക. ആ സമയത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ പ്രത്യക്ഷമായിട്ട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇബ്രാഹിം കർത്താവും ഇവിടെ പത്രോസ് അപ്പോസ്തലനും ഒരുപോലെ പറയുന്ന എന്താണ്? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ ആകാശങ്ങൾ കൂടി കടന്നു പോവുകയാണ്. എന്നാൽ ഇവിടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒരു വാഗ്ദാനം കൂടി നൽകുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് യേശു ക്രിസ്തു ആകാശങ്ങളിൽ പോയത് കണ്ടത്, അതേമാതിരി തന്നെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലോട്ടും വരുവാൻ പോകുന്നു എന്ന് പറയുക. അപ്പോൾ അത് 2-ാം വരവിൻ്റെ 2ാമത്തെ അവസ്ഥയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠങ്ങൾ അത് ഭൂമിയെ പതിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ അവൻ കരേറിപ്പോയോ അതേമാതിരി തന്നെ കടന്നു വരും. അവൻ കരേറിപ്പോകുന്ന എല്ലാവരും കണ്ടുവെങ്കിൽ 2ാമത്തെ വരവെങ്കിൽ അതുപോലെ എല്ലാവരും കാണും, അവൻ്റെ കാൽപാദങ്ങൾ ഭൂമിയിൽ ചവിട്ടും എന്നാണ് പത്രോസ് ഇവിടെ പറയുക. ഇത് 2-ാം വരവിൻ്റെ 2ാം ഘട്ടമാണ്. ഇപ്പോൾ നമ്മളിവിടെ പഠിച്ചു വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് ഒരു പുരോഹിതനാകണമെന്നുണ്ടെങ്കിൽ അവൻ ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവനായിരിക്കണം, അഹരോന്യ പാരമ്പര്യം ഉള്ളവനും ആയിരിക്കണം. അവർക്ക് മാത്രമേ ഒരു പുരോഹിതനായിരിക്കുവാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തു ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ്? അവൻ യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനാണ്. യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരാരും തന്നെ പുരോഹിതന്മാരല്ല, അവരെല്ലാം രാജാക്കന്മാരാണ്. എന്നാൽ യേശു ക്രിസ്തു പിന്നെ പൗരോഹിത്യ പാരമ്പര്യമില്ല. യേശു ക്രിസ്തുവിന് രാജകീയ പാരമ്പര്യമാണുള്ളത്. എന്നാൽ ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പ്രവാചക ശുശ്രൂഷ ചെയ്തിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ 3 അവസ്ഥകളെപ്പറ്റി പഠിച്ചു വരുമ്പോൾ, ഒന്നാമത്തെ പാസ്റ്റിൽ മുൻപ് കർത്താവായ യേശു ക്രിസ്തു പ്രവാചകനായിരുന്നു. പ്രസൻറ്റ് ഇപ്പോൾ യേശു ക്രിസ്തു പുരോഹിതനാണ്. ഇനി ഫ്യൂച്ചറിൽ യേശു ക്രിസ്തു രാജാവായി വരുന്നു. ഈ 3 പദവികളും യേശു ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുകയാണ്. അവൻ ഭൂമിയിൽ വന്നപ്പോൾ യഹൂദ ഗോത്രത്തിൻ്റെ രാജകീയ കുടുംബത്തിൽ അംഗമായിട്ട് വന്നു. ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഒരു പുരോഹിതനായിട്ട് നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥ അണയ്ക്കുകയാണ്. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ഓർത്തിരിക്കണം, ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഒരാളെ ഉള്ളൂ, അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. പുരോഹിതനുണ്ട്, മഹാപുരോഹിതനുണ്ട്. പബ്ലിക് ചരിത്രത്തിൽ പുരോഹിതനും മഹാപുരോഹിതനുമുണ്ട്. ശ്രേഷ്ഠ മഹാപുരോഹിതന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു അവൻ സമാഗമന കൂടാരത്തിൻ്റെയോ ദേവാലയത്തിൻ്റെയോ വാൽ കൂടിയല്ല കടന്നു പോയിരിക്കുന്നത്. അതിലൂടെയല്ല അവൻ കടന്നുപോയത്. മറിച്ചെങ്ങനെയാണ്? അവൻ ആകാശങ്ങൾ കൂടിയാണ് കടന്നുപോയത്. ആകാശങ്ങളിൽ കടന്നുപോയ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നു. അവിടെ ചെന്നപ്പോൾ ആകാശങ്ങളിൽ കടന്നു ചെന്ന്
പിതാവിൻ്റെ സന്നിധിയിൽ എത്തിയപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ്? പിതാവാൻ ദൈവത്തിൻ്റെ വലത്തു കൈയുടെ ഭാഗത്ത് ഇരിക്കുന്നു എന്നാണ് പത്രോസ് പറയുന്നത്. റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. മലയാളത്തിൽ വലതു ഭാഗത്തുനിന്നേ ഉള്ളൂ. റൈറ്റ് ഹാൻഡ്, ആ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ്? വലതു ഭാഗത്ത്. പിതാവാൻ ദൈവത്തിൻ്റെ ശരിയായ രീതിയിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ പിതാവാൻ ദൈവത്തിൻ്റെ വലത് കൈയുടെ ഭാഗത്ത് റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, വലതു ഭാഗത്ത് ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ സകല മനുഷ്യവർഗത്തിന് വേണ്ടിയും സകല മാനവ കുലത്തിന് വേണ്ടിയുള്ള പാപപരിഹാരത്തിനുള്ള പദ്ധതി പൂർത്തിയാക്കിയ ശേഷം കർത്താവായ യേശുക്രിസ്തു തിരികെ പിതാവാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുകയും അവൻ്റെ വലത് കൈയുടെ ഭാഗത്ത് ഇരിക്കുകയും ചെയ്യുവാൻ ഇടയായിച്ചു. അപ്പോൾ പുത്രൻ തമ്പുരാൻ കാൽവറിയിൽ മരണം ആസ്വദിച്ചപ്പോൾ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും പൂർത്തിയായി എന്ന് വിളിച്ചു പറയപ്പോൾ പിതാവാൻ ദൈവം പ്രഖ്യാപിക്കുന്ന ഐ ആം സാറ്റിസ്ഫൈഡ്, ഞാൻ സംതൃപ്തനായിരിക്കുന്നു എന്ന് പിതാവാൻ ദൈവവും ഒരുപോലെ പറഞ്ഞു. ഇപ്പോൾ കർത്താവ് ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും പിതാവാൻ ദൈവം ഐ ആം സാറ്റിസ്ഫൈഡ്, ഞാൻ സംതൃപ്തനായിരിക്കുന്നു എന്ന് പിതാവ് പറയുകയാണ്. ഇനിയും എബ്രായലേഖനം 1:13 വാക്യത്തിൽ 110 സങ്കീർത്തനം 1 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അവിടെ എബ്രായലേഖനത്തെ ഇപ്പുറം പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കും. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി ആരംഭിക്കുന്ന വാക്കുകളാണ്. നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠത്തിൽ കൊണ്ടുവരുന്ന നാൾ വരെ നീ എന്ത് ചെയ്യണം? എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവിനെ പറ്റി പറയുകയാണ്. അതിനുശേഷം 22 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നത്, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. അപ്പോൾ ആകാശങ്ങളിൽ കൂടി കയറിപ്പോയി പിതാവാൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന യേശുക്രിസ്തു ഇപ്പോൾ എന്താണ് അവൻ്റെ അവസ്ഥ? എങ്ങനെയാണ് ആയിരിക്കുന്നത്? ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പം 3 കൂട്ടർ, ദൂതന്മാർ, അധികാരങ്ങൾ, ശക്തികൾ യേശുക്രിസ്തുവിനെ കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ 3 ശക്തികൾക്കും, ദൂതന്മാർക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും അവർക്ക് അവരുടേതായിരിക്കുന്ന പദവികളും സ്ഥാനങ്ങളും ഉണ്ട്. ദൂതന്മാർക്ക് അവിടെ ആയിരിക്കുന്ന സ്ഥാനമാനങ്ങളുണ്ട്. എന്നാൽ സ്വർഗാരോഹണം ചെയ്ത് പിതാവാൻ ദൈവത്തിൻ്റെ വലതുകൈയുടെ ഭാഗത്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് ഈ ശക്തികളെല്ലാം കീഴ്പ്പെട്ട് ഇരിക്കണം. അവർക്ക് അവിടെ പദവികളുണ്ടായിരുന്നു, ശരിയാണ് തന്നെ. ഇപ്പോൾ ക്രിസ്തു സ്വർഗത്തിലായിരിക്കുമ്പോൾ ഈ ക്രിസ്തുവിന് അവർ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് പത്രോസ് പറയുക. ഇവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരായിട്ട് അവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്. നമ്മൾ ചരിത്രങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ കാണുവാൻ കഴിഞ്ഞത്, മനുഷ്യർ 2 ഘട്ടങ്ങളിലായിട്ട് യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചു. ഒന്ന്, പഴയ നിയമത്തിൽ നോഹയെ കൂടി പ്രസംഗിച്ച ക്രിസ്തുവിനെ തിരസ്കരിച്ചു. അവരാരും ക്രിസ്തുവിൻ്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് തയ്യാറായില്ല. നോഹ പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്തു നോഹയെ കൂടി പ്രസംഗിച്ചു. പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പ്രസംഗം ആരും തന്നെ സ്വീകരിച്ചില്ല, ക്രിസ്തുവിനെ തിരസ്കരിച്ചു. ക്രിസ്തു ജഡമെടുത്ത് ഭൂമിയിൽ വന്നപ്പോൾ അവനെ ആരും സ്വീകരിച്ചില്ല. ഞാൻ സ്വന്തമായവരോട്ട് വന്നു, സ്വന്തമായവരോ എന്നെ കൈക്കൊണ്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ 2 ഘട്ടങ്ങളിലായിട്ട് യേശു ക്രിസ്തുവിനെ ജനസമൂഹം തിരസ്കരിക്കുകയാണ് ചെയ്തത്. എന്നാൽ അവിടെ സംഭവിക്കുന്നത്, പിതാവാം ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഉയർത്തി തൻ മഹിമാ സന്നിധിയിൽ അവൻ്റെ വലതു കൈയുടെ ഭാഗത്ത് എല്ലാ അധികാരങ്ങളും നൽകിക്കൊണ്ട് അവനെ ആദരിച്ചു എന്നാണ് കാണുവാൻ കഴിയുന്നത്. ഭൂമിയിൽ ആരും അവനെ സ്വീകരിക്കാതിരുന്നപ്പോൾ പിതാവാം ദൈവം പുത്രനായ ക്രിസ്തുവിനെ അംഗീകരിച്ച് ഉയർത്തി സകല വാഴ്ചകളും അധികാരങ്ങൾക്കും മീതയാക്കിക്കൊണ്ട് അധികാരം കൊടുത്ത് അവനിരിക്കുക. ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് ഇന്നും നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്ന പദവിയാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ഒരു പാപിയായ മനുഷ്യനെ പിതാവാം ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നത്. നമുക്ക് വേണ്ടി ഇടയിൽ നിൽക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. അപ്പോൾ ഇവിടെ പത്രോസിൻ്റെ എഴുത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ ഈ പറഞ്ഞു വരുന്ന വിഷയങ്ങളുടെ എല്ലാം
കൺക്ലൂഷൻ, ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിതാവാം ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഉയർത്തിയതുപോലെ, മാനിച്ചതുപോലെ, ബഹുമാനിച്ചതുപോലെ പത്രോസ് പറയുകയാണ്, നിങ്ങളെയും ദൈവം ഉയർത്തും, നിങ്ങളെയും ദൈവം മാനിക്കും. ഇപ്പോൾ നിങ്ങൾ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നു, ഇപ്പോൾ പീഡനത്തിൽ കടന്നു പോകുന്നു, ഉപദ്രവം സഹിക്കുന്നു. ക്രിസ്തുവിനെ പിതാവാം ദൈവം എങ്ങനെ ആദരിച്ചുവോ അതേപോലെ തന്നെ വിശ്വാസികളെ നിങ്ങളെയും ദൈവം ആദരിക്കുമെന്ന് പറയുക. അത്രയോ ഭംഗിയേറിയ വിഷയമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് കഷ്ടവും ഭാരവും പ്രയാസമൊക്കെ ഉണ്ട്. എന്നാൽ നമ്മെ ഹോണർ ചെയ്യുന്ന, മാനിക്കുന്ന ഒരു ദിവസം നമുക്കുണ്ട് എന്നുള്ളതും കൂടി നാം ഈ സമയത്ത് ഓർക്കുക. ഒന്ന് ഇവിടെ വെച്ച് അല്ലെങ്കിൽ നിത്യതയിൽ നമ്മെ മാനിക്കുന്ന സ്വർഗ്ഗം നമുക്കുണ്ട് എന്നുള്ളത് ഇവിടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയുകയാണ്. അപ്പോൾ ഏത് വിധമായ പ്രയാസങ്ങൾ കടന്നുപോയാലും നമ്മെ ആദരിക്കുന്ന, നമ്മെ മറന്നു കളയാത്ത, എല്ലാ ബഹുമാനവും ആദരവും പദവിയും നൽകി ആദരിക്കുന്ന സ്വർഗ്ഗം നമുക്കുണ്ട് എന്നുള്ളത് വിശ്വാസം മുഖം ഓർത്തിരിക്കേണ്ട ഒരു വിഷയമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പ്രകാരം പൗലോസ് പറയുന്നുണ്ട്, നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ ഇട്ടാണ്. അപ്പോൾ നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ്സുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടുവാൻ പോകുകയാണ്. ആ വെളിപ്പെടുവാൻ പോകുന്ന തേജസ്സിനെ ഓർക്കുമ്പോൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമ്മെ മനസ്സിലാക്കുകയാണ്. നമ്മെ ആദരിക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്നുള്ളത് നമ്മെ ഓർത്തിരിക്കണം. 2 കൊരിന്ത്യർ 4:17 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്ന് പൗലോസ് പറയുകയാണ്. നൊടി നേരത്തുള്ളതായിരിക്കും നമ്മുടെ കഷ്ടം. സദാകാലവും കഷ്ടമായിരിക്കത്തില്ല, എന്നും ഉപദ്രവങ്ങളായിരിക്കത്തില്ല, എന്നും എടുക്കുകയും ഞെരുക്കമായി ആയിരിക്കത്തില്ല. ഒരു സുപ്രഭാതം നമ്മെ അഭിമുഖീകരിക്കാൻ പോകുകയാണ്. അന്ത കഷ്ടങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും, ഇടുക്കം മാറും. വിശാലതയിലേക്ക് കൊണ്ടുവന്ന ആദരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പത്രോസിൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ആശയം എന്ന് പറയുന്നത്, പത്രോസ് എന്താണ് ഈ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ച് പറഞ്ഞതിൻ്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത്, വിശ്വാസികളോട് പറയുകയാണ്, തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ പിതാവാം ദൈവം ആദരിച്ചുവെങ്കിൽ നിങ്ങളെയും ദൈവം ആദരിക്കുമെന്ന് പറയുകയാണ്. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. നമുക്ക് അവനെ ആരാധിക്കാം, അവനെ മാറ്റപ്പെടുത്താം, അവൻ നമ്മോട് കാണിച്ച സ്നേഹത്തെ ഓർക്കാം, അവൻ്റെ കൃപകളെ നമുക്ക് ഓർക്കാം, നമുക്ക് ആഴമായി അവനെ സ്നേഹിക്കാം, ആഴമായി അവനെ ആരാധിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.